الله العظيم شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. قال الله تعالى في القرآن المجيد: يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. قال رسول الله صلى الله عليه وسلم: من شر الناس منزلة عند الله يوم القيامة عبد أذهب آخرته في الدنيا غنيا. كل العداوة قد ترجى مودتها إلا عداوة من عاداك عن حسد. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. വേദിയിലുള്ള ഈ സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപകൻ എന്റെ സുഹൃത്തുമായ സഖാഫി അവർകളെ, ശ്രേഷ്ഠരായ പണ്ഡിതരെ, സ്റ്റേജിലും പദത്തിലുമുള്ള കാരണവന്മാർ, അഹ്ലു സുന്ന വൽ ജമാഅയെ സ്നേഹിക്കുന്നവർ, നല്ലവരായ പ്രവർത്തകരെ, ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, ഇവിടെ ഇത്തരമൊരു പരിപാടിക്ക് വേദി ഒരുക്കിയ സാഹചര്യത്തെ സംബന്ധിച്ചുമൊക്കെ എന്റെ സുഹൃത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് നല്ല തീർത്ഥമുള്ള ഒരു പ്രസ്ഥാനമാണ് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം. ഈ സദസ്സിൽ ഞാൻ ധാരാളം യുവാക്കളെ കാണുന്നു. ഇന്ത്യയുടെ ഇന്നത്തെ നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല. ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ ഈ ഭാരതം കാവിവൽക്കരിക്കുവാനുള്ള ശ്രമം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വളരെ ആസൂത്രിതമായ രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നു തന്നെ ഇത്തരം ഒരു വേദി ഉണ്ടാകേണ്ടതാണോ എന്നുള്ളത്
നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പത്രങ്ങളിലൊക്കെയും ഒരു വാർത്തയും തലയിലുള്ള കാലത്തോളം തലവേദന മാറില്ല എന്നാണ് ഒരു തമാശക്കാരന്റെ കമന്റ്. മഹാനായ ശൈഖുന എ.പി. ഉസ്താദ് അവറുകൾ മുസ്ലിം സമുദായത്തിന് തലവേദനയാണ്, മുസ്ലിം സമുദായത്തിനല്ല മുസ്ലിം ലീഗിനാണ് തലവേദന എന്നാണ് ഞാൻ ആമുഖമായി തോന്നുന്നത്. രാഷ്ട്രീയക്കാര് ഉലമാക്കളെ ഗുണദോഷിക്കേണ്ട ഒരാവശ്യവും. വളരെ വ്യക്തമായി കേരളത്തിൽ നയങ്ങളും നിലപാടുകളുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ മഹത്തായ സുന്നി പ്രസ്ഥാനം. എല്ലാവർക്കും അറിയാമല്ലോ ഈ സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ. ഞങ്ങൾ എന്ത് തലവേദനയാണ് ഈ സമുദായത്തിൽ ഉണ്ടാക്കിയത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ല. എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം എന്ത് തലവേദനയാണ് ഈ നാട്ടിലെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ ചോദിക്കാൻ, ഈ മഹത്തായ പ്രസ്ഥാനം 1989 മുതൽ സമസ്ത ഇവിടെ രണ്ടായി വേർതിരിഞ്ഞ് രണ്ട് സമസ്തകളായി ഇവിടെ പ്രവർത്തിക്കുന്നു. സമസ്തയുടെ പിളർപ്പിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വ്യതിചരിക്കുന്നു എന്നത് തന്നെയല്ല. അഥവാ 1926 സമസ്ത രൂപീകരിച്ചത്. ഈ സമ്മേളനം ആരെയെങ്കിലും വേദനിപ്പിക്കാനുള്ള സമ്മേളനമല്ല. പക്ഷേ ചില വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ തിരിച്ചറിയാം. 1926 എന്തിനാണ് സമസ്ത രൂപീകരിച്ചത്? സമസ്ത രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ സാദാത്തുക്കൾ, ഉലമാക്കൾ അവരാരായിരുന്നു? എന്താണ് അവരാ സംഘടന കൊണ്ട് ലക്ഷ്യമാക്കിയത്? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയങ്ങളും ആദർശങ്ങളും സംരക്ഷിക്കുക എന്നതാണ് സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം. സമസ്ത രൂപീകരിച്ചത് അതിനാണ്. മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ആ മഹത്തുക്കളൊക്കെ സമസ്തക്ക് നേതൃത്വം നൽകിയത്, സമസ്ത രൂപീകരിക്കാൻ അവർ കാരണക്കാരായി പ്രവർത്തിച്ചത് ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെന്ന താല്പര്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നത്, ഇന്ന് എല്ലാവർക്കും പകല് വെളിച്ചം പോലെ വളരെ വ്യക്തമാണല്ലോ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാമമാത്ര മുസ്ലിം ചില വ്യക്തികളുടെ ചില സംഘടനകളെ കുറിച്ച് ഈ കേരളത്തിൽ എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും മനസ്സിലായി ഇസ്ലാമിന്റെ പേരിലുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളാണ് ഭീകരതയും തീവ്രവാദവും ഇവിടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലായി. ചെറുതായിട്ട് നമുക്ക് കയറിയിരിക്കാം, പരമാവധി സഹകരിച്ചിരിക്കുക. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ നിർത്തും. ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ തടിച്ചുകൂടിയ ഈ വൻ ജനാവലിയോടും ഈ പരിപാടി നല്ല മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എ.പി. അബൂബക്കർ മുസ്ലിയാർ സമുദായത്തിനുള്ള തലവേദന എന്താണ് എന്ന ഇന്ന് എന്റെ വിഷയം.
എന്ത് തലവേദനയാണ് ഈ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കിയത് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നിഷ്പക്ഷമായിട്ട് എന്റെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ ഗ്രഹിക്കും. ഇന്നിപ്പോ കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, സലഫി പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എന്താണ്? കേരളത്തിൽ കാസർഗോഡ്, എന്റെ ജില്ലയായ പാലക്കാട്, ഞാൻ മണ്ണാർക്കാട്ടുകാരനും കൂടെ, അത് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടൊരു മണ്ണാർക്കാട്ടുകാരനായ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു ചിന്തയാണ്. അത് ഇലക്ഷന്റെ മുമ്പും ശേഷമൊക്കെ ഇതാണ്. അവിടെ നടന്നത് എന്താണെന്നുള്ളത് ചെറുപ്പക്കാർക്ക് അറിയില്ല. മണ്ണാർക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്രീയ വേദിയിൽ ഇപ്പൊ പുതിയാപ്പുഴ സൽക്കാരത്തിന് നടക്കുന്ന മാതിരി നടക്കുന്ന വ്യക്തിയുണ്ട്. അയാൾ ആ പരിസരത്ത് എവിടെയും അവിടുത്തെ ഇലക്ഷൻ ചർച്ച ചെയ്യാത്തത് ആ നാട്ടിലെ ജനങ്ങൾക്ക് പൊളിറ്റിക്സ് അറിയുന്നവർക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഉണ്ടായത്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എപി അബൂബക്കർ മുസ്ലിയാരെ 2 മീറ്റർ വാക്കിന്റെ വില 15 കോടിയാണ്. ഇപ്പൊ അത്ര മനസ്സിലാക്കിയ ബാക്കി പിന്നെ വിശദീകരണം തരാം. പിന്നെ എപി ഉസ്താദ് അവർ ഇന്നലെ മണ്ണാർക്കാട്, ഇന്നലെ നീല ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപി ഉസ്താദ് അവർ പറഞ്ഞു, ഞങ്ങൾ ഇലക്ഷൻ വർക്ക് നടത്തിയിട്ടില്ല. ഓ, ചുറ്റിപ്പോയി വലിയ ചക്കരമാരെ ശരിയാണ്. ഇലക്ഷൻ വർക്ക് നടത്താത്ത ഞങ്ങൾക്കും കോടി ചെലവാണ്, ഞങ്ങൾ ആർക്കൊക്കെ ഓഫീസിൽ പോകണം, പണ്ടുപോകാൻ ഓഫീസിൽ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മുത്ത് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ മണ്ഡലത്തിൽ സുന്നി പ്രവർത്തകരുടെ വോട്ട് എങ്ങനെയായിരിക്കും. അതിന് ഞങ്ങൾക്ക് കാരണമുണ്ട്. ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കട്ടെ, നിഷ്പക്ഷമായിട്ട് ചോദിക്കട്ടെ, ഇതേതാ മണ്ഡലം? വള്ളിക്കുന്ന് മണ്ഡലം. ശരി, ഇത് മുസ്ലിം ലീഗിന്റെ മണ്ഡലം അല്ല, ലീഗിന്റെ MLA യുടെ മണ്ഡലമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ചേർന്നേക്കാതെ. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. മുസ്ലിം ലീഗിൽ വേറിട്ട നല്ല ഒരു വ്യക്തിത്വം. നമ്മള് എല്ലാ ലീഗുകാരും ഞാൻ കുറ്റപ്പെടുത്താറില്ല. അദ്ദേഹം നല്ല നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അപ്പൊ എല്ലാവരും മാറിക്കൊണ്ടിരിക്കട്ടെ. സുഹൃത്തുക്കൾ, അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ പരിപാടികൾ നടത്തുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഞാൻ എന്നെ കേൾക്കുന്ന ഒരുപാട് മുസ്ലിം ലീഗുകാരെ മുസ്ലിമിനോട് ദേഷ്യമൊന്നുമില്ല, വെറുപ്പില്ല. എപ്പിസാദ് വളരെ വ്യക്തമായിട്ട് നമ്മളൊക്കെ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു ജനപ്രതിനിധി ഇലക്ഷൻ നടക്കും, ബാക്കി ഉണ്ടാവും, ആരെങ്കിലും വേറെ ചെയ്യും. ജയിക്കുന്നതിന്റെ പിന്നിൽ കുറെ ഘടകങ്ങളുണ്ട്, പല കാരണങ്ങളുമാണ്. അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ജയിച്ചു വന്നാൽ ആ MLA മുസ്ലിം ലീഗുകാരുടെ മാത്രം MLA ആണോ? അല്ല. അദ്ദേഹം CPM-കാരുടെയും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിച്ചിരുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ MLA ജനപ്രതിനിധിയാണ്. എന്നാ ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കട്ടെ, മണ്ണാർക്കാട് എന്ന ആ MLA നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ മണ്ണാർക്കാട്ടത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ചോദിക്കും, AP വിഭാഗത്തിന്റെ എത്ര പരിപാടികളിൽ ആ MLA ഒരു പ്രശ്നമില്ലാത്ത കാലം. ഇതിന് മുമ്പ് അദ്ദേഹം കൂടെ ജയിച്ചല്ലോ. ജയിച്ച MLA ആയിട്ട് സൂക്ഷിച്ചത് ഒരു തവണയാണ് അദ്ദേഹം ഞങ്ങളുടെ പരിപാടി പോയത്, ഒരൊറ്റ തവണ. അപ്പോഴേക്കും ചേരാൻ കുഞ്ഞോട് പറഞ്ഞു, AP-ക്കാരെ പരിപാടി പങ്കെടുക്കാൻ പാടില്ല. ഞാൻ ചോദിക്കരുത്, ജനാധിപത്യ രാജ്യം. ഞാൻ പറയുന്നത് കേരള യാത്ര, AP ഉസ്താദിന്റെ കേരള യാത്രയെ പോലും അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. എത്ര സ്ഥലങ്ങളിൽ മറ്റു പരിപാടി സാഹിത്യോത്സവം, സംസ്ഥാന സാഹിത്യോത്സവമാണ്, ഒരുപാട് പരിപാടികൾ ക്ഷണിച്ചു. അദ്ദേഹം എല്ലാം പിന്നെ വിളിക്കാതെ ഇവരും ഞങ്ങളും അകന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ രണ്ടാമത് ഞങ്ങൾ ജയിപ്പിക്കാൻ ഞങ്ങൾ പോയിന്റ് ജയിച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങളെ മുമ്പ് പറഞ്ഞു, നിങ്ങളെ വോട്ടിന് അയാൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവ ജയിച്ചില്ലല്ലോ. മോനെ അതിനാണ് എന്ന് പറഞ്ഞത്. ജയവും പരാജയമൊക്കെ പറയാമെന്ന് ചോദിക്കട്ടെ, ചേരാരി സമസ്തന്റെ വൈസ് പ്രസിഡന്റാണ് ആര്? പാണക്കാട് സയ്യിദ് ഐലറി ജാവദൻ. ഇന്നൊരു 10 സത്യക്കള്ള. പാണക്കാട് സംഘ ഐലറി ജാവദനിലെ മറ്റു സംഘന്മാരിൽ ഏറ്റുള്ള കുറ്റമല്ല. നിങ്ങളെ പ്രസംഗം നോക്കി അദ്ദേഹത്തെ ഒരു വാക്ക് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഞാൻ ആ തറത്തിലുണ്ട് സ്റ്റേജിൽ. എന്തിനാണ് ഈ കള്ളം പറയുന്നത്? ഉസ്താദ് പറഞ്ഞതല്ല,
ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന്റെ വീടിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ പുയ്യാപ്പ വന്ന് പ്രസംഗിച്ച ഞങ്ങൾക്ക് ചങ്ങന്മാർ ഇതൊരു പുത്തരിയുള്ളതായിരുന്നു. 89 മുതൽ ഞങ്ങൾ പഠിച്ചും കേട്ടും വളർന്നു വരുന്നൊരു പ്രസ്ഥാനം. കേരള മുസ്ലിം ജമാഅത്തിന് ഒരു പൊളിറ്റിക്സ് നിലപാട് ഇലക്ഷനിൽ ഉണ്ടാവും. അതിൽ നിന്ന് 100 1500 കോളേജ് മണ്ണാക്കാട്ട് വന്നാൽ ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവും. അതൊന്നും മനസ്സിലാക്കി. അതാണ് സാഹചര്യങ്ങളുടെ അവസ്ഥക്കനുസരിച്ചുകൊണ്ട് അതാണ് ഘട്ടങ്ങളിൽ വ്യക്തമായ നിലപാട്. അതങ്ങനെ തന്നെ. അതിനിപ്പോ മാറ്റാനും അല്ലെങ്കിൽ മാറ്റിമറിക്കാനും ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞാൽ അത് വരുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വന്നത് ഉസ്താദിന്റെ വീട് പരിസരങ്ങളിൽ 4 മണ്ഡലങ്ങളാണ് ചേർന്ന് കിടക്കുന്നത്. ഈ മണ്ഡലങ്ങളിലൊക്കെയും ഏതാനും സമസ്തന്റെ വൈസ് പ്രസിഡന്റാണല്ലോ ഐദർ വിദ്യാഭ്യാസങ്ങൾ. ഈ ഐദർ വിദ്യാഭ്യാസങ്ങൾ മുസ്ലിം ലീഗിനെ വന്നിട്ടുണ്ടോ? അത് എത്ര കുടുംബ മീറ്റിംഗിൽ കൊടുവള്ളി മണ്ഡലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? അവിടെ കാരാട്ട് റസാത്ത് തോൽക്കുന്ന കഴിഞ്ഞിട്ട് ലീഗയിൽ അവരുടെ പാട്ട് വരെ നാട്ടിലാകാൻ പാട്ടാണ്. ഞാൻ ഒരു സമാന്തര പറയല്ല, അത്രയും ഉറപ്പിച്ച് നിങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചൊരു മണ്ഡലം. അതേപോലെ കുമ്മോദർ അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ക്യാമ്പ് നടത്തിയിട്ട് അവിടെ എന്ത് ചെയ്തു? പാണക്കാട് തങ്ങളിൽ ജയിപ്പിക്കാൻ പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ കൂട്ടി. ഞാൻ ചോദിക്കട്ടെ, ആ മണ്ഡലത്തിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ഒരൊറ്റ പ്രവർത്തകൻ പാണക്കാട് ഐതിഹ്യാവതങ്ങളെ കുറ്റം പറഞ്ഞോ? അതാ ഉസ്താദ് ചോദിച്ചു, ഇതിപ്പോ തങ്ങൾ ചിന്ത പറയാം, ഇവർക്ക് എവിടുന്നായി പത്രപ്രവർത്തനം മനസ്സിലാവും? എന്നിട്ട് ഞാൻ ഈ പറഞ്ഞപ്പോ പാണക്കാട് നിങ്ങൾ കൃത്യമായിട്ടാ തോന്നിയത്? അതല്ല, ഞങ്ങൾ അയാളെ ചീത്ത പറഞ്ഞില്ല എന്ന് രാഷ്ട്രീയം പറയേണ്ടായിരുന്നു. അപ്പൊ അതാണ് ഉസ്താദ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ മക്കളെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. എന്നിട്ടല്ല അദ്ദേഹം ഞങ്ങളെ പരിഗണിക്കും. ഞങ്ങളുടെ വേദികളിൽ അദ്ദേഹം പങ്കെടുക്കാൻ പറ്റാവുന്ന വേദികളിലൊക്കെ വന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു പ്രശ്നം അവരുടെ ഭാഗത്ത് നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നെങ്കിൽ ആ പറയുന്നതിലൊക്കെ ഒരു മാറ്റം. അതൊരു ന്യായമായ സംസാരമായിട്ട് ഞാൻ വേണമെങ്കിൽ വരിക. അതുകൊണ്ടാണ് ഈ നാട്ടിച്ച മണ്ണാർക്കാട് നടക്കാത്തത്. ഇലക്ഷൻ കഴിഞ്ഞ കാലത്തായി മണ്ണാർക്കാട് ഞങ്ങൾ വെച്ച പരിപാടി പല വിചാരം വെച്ചാല് അവിടുത്തെ MLA പാർട്ടിയും അല്ല. ഞങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു മാനവരക്ഷാ ക്യാമ്പയിൻ നടക്കുന്നത് ഈ ഒക്ടോബർ നവംബർ മാസം. ഞങ്ങളുടെ പ്രണയം തീവ്രവാദം മതപരിഷ്കരണം വിചാരം ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഗോൺതല സമ്മേളനമാണ് അവിടെ നടന്ന സമ്മേളനം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വലിയ കോലാഹലങ്ങളും പ്രചരണങ്ങളും നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം മണ്ണാർക്കാട്ടേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളെ ഈ സുന്നി പ്രവർത്തകരെ ഒഴുക്കാൻ എന്തെല്ലാം നമുക്ക് കാലത്ത് കഴിയും. പക്ഷെ ഞങ്ങൾ അത് ലക്ഷ്യമല്ല. ഞാൻ സത്യം പറയാം, ഞാൻ അരിക്കോട് ഭാഗത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോ പ്രവർത്തകരോട് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ ആരും മണ്ണാർക്കാട്ടേക്ക് വരരുതെന്നാണ്. നിങ്ങൾ പരിപാടി ലൈവായിട്ട് കൂടി ഇന്ന് കേട്ടാൽ മതി എന്നല്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ആ സമ്മേളനത്തിന് ലക്ഷ്യത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിൽ എന്തുകൊണ്ട് മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ വിചാരണ ചെയ്യുന്നു? അവിടെയാണ് ഞാൻ ഈ പറയുന്ന പാർട്ടിയുടെ ഇരട്ട മുഖം മനസ്സിലാക്കേണ്ടത്. തലവേദന ഞാൻ പറഞ്ഞുതരാം. ഈ തലവേദന അതിന്റെ പൊരുളെന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ യൂത്ത് ലീഗിന്റെ സമ്മേളനം കോഴിക്കോട് നടന്നു. അങ്ങോട്ടെ ശരി, മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, യൂത്ത് ലീഗിന്റെ നേതാക്കളൊക്കെ സലഫി പ്രസ്ഥാനത്തെയും നേതാക്കളെയും നവോത്ഥാന നായകന്മാരും നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനവുമായിട്ടാണ് സലഫിസം വിശദീകരിക്കുന്നത് അല്ലേ? ഞാൻ അപ്പുറത്തുള്ള സുന്നി പ്രസ്ഥാനത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിഷ്പക്ഷ ചിന്തിച്ച് നിങ്ങളൊരു ക്യാമ്പയിലേക്ക് വന്നിരിക്കുന്നത് IS, സലഫിസം, ഫാസിസം, പടത്ത റബ്ബ സത്യം. എന്റെ മനസ്സിൽ ഏറ്റവും അധികം സന്തോഷിച്ചൊരു ക്യാമ്പയിലേക്ക് നടത്തുന്നത്. പക്ഷെ എന്തൊരു സലഫികളെ പറയാൻ കഴിയാതെ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അതിന്റെ പേര് വലിയ സമ്മേളന പരിപാടി ക്യാമ്പ് എല്ലാവർക്കും കണ്ടോ? ഞാൻ കോട്ടയിൽ ഒരു പോസ്റ്റർ എടുത്തു. അപ്പൊ പോസ്റ്ററിന്റെ ഈ പ്രമേയം മാറി. IS, സലഫിസം, ഫാസിസം, ആരംഭിക്കും. ഓലെ ചെങ്ങന്മാരെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പ്രമേയം ഇറക്കിയത്. നിങ്ങൾക്കറിയാം, IS വിശദീകരിക്കുന്നു, സലഫിസം വിശദീകരിക്കുന്ന താളത്തില്ല. അല്ലെങ്കിൽ പറയാൻ കഴിയില്ല. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര രാജ്യത്തെത്തിയേ.
പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ യൂത്ത് ലീഗ് മിണ്ടാൻ പാടുന്ന തലത്തിലുണ്ട് മുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്നാൽ സ്വതന്ത്രമായി സലഫിസം പോലെയുള്ള നവീകരണ പ്രസ്ഥാനങ്ങളെ വിചാരണ ചെയ്യാൻ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഒരു വിട്ടുവീഴ്ചയില്ലാതെ സലഫിസത്തെ ഞങ്ങൾ തുറന്നു കുറിക്കണം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? 19 യുവാക്കളെ 2 കുഞ്ഞുങ്ങളെ കാണാനായി ആരായിരുന്നു അവർ പഠിക്കുന്നത്? ഒരാശയം എന്താ? ഒരു സമസ്തന്റെ മെമ്പർമാരാണ്. സമസ്തന്റെ ആശയമാണ് അവർ പഠിച്ചത്. ഈ 21 പേരും സലഫി പ്രസ്ഥാനത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ടു. ഇനി നോക്കി നിങ്ങൾ കനകമലയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരെ ആരാണവർ? ആരായിരുന്നു അവർ? സലഫി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. കനകമലയുടെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഹബീബിനെ അറസ്റ്റ് ചെയ്തു. സലഫി പള്ളിയിലെ ഇമാമിനെ അറസ്റ്റ് ചെയ്തു. എവിടുക്കാണ് ഈ കുട്ടികൾ സ്വർഗരാജ്യത്തേക്ക് പോയത്? അവർ എവിടേക്ക് പോയി അപ്രത്യക്ഷരായി? ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇസ്ലാമിക ദഅവത്ത് ചെയ്യാനാണ് പോയത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സൗദി അറേബ്യ ലോകത്തെ ഏറ്റവും വലിയൊരു മുസ്ലിം രാഷ്ട്രം അല്ലേ? 100% അവിടെ പൗരന്മാർ മുസ്ലിങ്ങളാണ്. 100% അവിടെ മുസ്ലിങ്ങളാണ്. ഭരണഘടന ഖുർആൻ 2 ഹറമുകളുള്ള പവിത്ര മണ്ണ. ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിലെ ഈ കമാൽ പരിസരത്ത് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു തെരുവില് ഒരു ഇസ്ലാമിക്ക് വേദി കെട്ടിയിട്ട് ഇസ്ലാം പറയാം, ഇസ്ലാം പറയാം, പൊതുജനങ്ങളോ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഇസ്ലാം പറയാനൊരു വേദി സൗദി അറേബ്യയിലുണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇന്ത്യയിൽ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ഇല്ല. ഈ നോക്ക് നിങ്ങൾ 98% മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം തുർക്കി. ആ തുർക്കിയിൽ അവസാന അടുത്ത കാലം വരെ മുസ്ലിം പെൺകുട്ടികൾക്ക് തലമുറയ്ക്ക് ക്യാമ്പസിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉർദുഖാൻ തന്റെ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികളെയും അമേരിക്കയിലെ ക്യാമ്പസിലാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ 98% മുസ്ലിങ്ങൾ താമസിക്കുന്ന തുർക്കിയിൽ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യം വന്നില്ല. എന്നാൽ ഇന്ത്യ നിങ്ങളായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ്. നമ്മുടെ ഭരണഘടന അനുവദിച്ചു നൽകുന്ന കാര്യമാണ് ആ വിശ്വസിക്കുന്ന വിശ്വാസം. ആ ആദർശം ജനങ്ങളോട് പറയാൻ നമുക്ക് ഈ രാജ്യത്ത് അവകാശമുണ്ട്. അടിച്ചെത്തിക്കാൻ അവകാശമില്ല. പിന്നെ ഈ രാജ്യത്ത് നിന്ന് എവിടുത്താണ് ഈ മക്കൾ പോയത്? അവർ ഏത് സ്വർഗരാജ്യം തേടിയിട്ടാ പോയത്? ഇനി മാത്രമല്ല നിങ്ങൾ ചിന്തിക്കും, ഇവിടെ ഒരു സലഫി പ്രവർത്തകനെതിരെ UAPA ചുമത്തി. UAPA ചുമത്തുന്നതിന് ഞാൻ എതിരാണ്. ഞാൻ ഈ സദസ്സിലുള്ള യുവാക്കളോട് പറയുന്നു, ഞാനിവിടെ തൊട്ടടുത്ത ഒരു സെമിനാറിൽ PDP സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുന്നു. ഞാൻ അന്നും വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. UAPA പോലെയുള്ള നിയമങ്ങൾ മതം നോക്കിയിട്ട് സംഘടനകൾ നോക്കിയിട്ട് ചുമത്തുന്ന രീതിയെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കണം. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച ആശയത്തോട് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശംഭുദി മൗലവി ഭാരത് എന്ന് പറയുന്ന മനുഷ്യൻ പ്രസംഗിച്ചതെന്നറിയും. അദ്ദേഹം പ്രസംഗിച്ചത് ഹിന്ദുവിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല. ഞാൻ എന്നെ കേട്ട് നിൽക്കുന്ന മുജാഹിദ് ആശയത്തിലുള്ള ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ ഈ ആശയത്തോട്? ഇത് ഏത് ഇസ്ലാമാണ്? ഇങ്ങനെ ഒരു ഇസ്ലാം ആരാ പഠിപ്പിച്ചത്? നിങ്ങൾക്കറിയോ? ഇസ്ലാമിലെ പ്രവാചകൻ സഹിഷ്ണുതയുള്ള പ്രവാചകൻ. അത് മണ്ണാർക്കാട് വിശ്വസിക്കുകയും സഹിഷ്ണുതയുള്ള പ്രവാചകൻ മാത്രമല്ല, എവിടെ നമുക്ക് ഈ വെറുപ്പ് പഠിപ്പിച്ചിട്ടുള്ളൂ? ഈ വെറുപ്പും വൈരാഗ്യം നമ്മുടെ പ്രവർത്തനം കണ്ട ആരെങ്കിലൊക്കെ ഇസ്ലാമത്ത് വരും. വൈകുന്നേരമായ റോഡിൽ ബഹളം, മുസ്ലിം സംഘടനകൾ പ്രശ്നം തീർക്കേണ്ട സമുദായത്തിന്റെ പൊതുപ്രാജ്യമാകേണ്ട പാർട്ടി ഒരു ഘട്ടത്തിൽ കൂട്ടി നിന്നിട്ട് പരിഹരിക്കുക. കുടിയാമ്പണ്ണ വിൽക്കും പോലെ വിളിച്ചിട്ടില്ല, എല്ലാവരും ഫോൺ ചെയ്യും പോലെ ചെയ്തത് തമാശവുമായിട്ട് കാര്യരീതിയിൽ സമീപിക്കാൻ നമുക്ക് പാടും. അതല്ലാതെ കേരള മുസ്ലിം ജമാഅത്ത് ശരീഅത്ത് സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. എന്തുകൊണ്ട് സഹകരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല? ആ കാര്യത്തിൽ നിങ്ങളോടൊത്തുകൾ നിങ്ങൾക്ക് വ്യക്തമായ അഖണ്ഡത്തിന്റെ പിന്നിൽ എന്തിനൊക്കെ ഏകത്തിരിക്കോട് പൊടി തട്ടിയെടുത്തത്? ഏകത്തിരിക്കോട് പൊടി തട്ടിയെടുത്തത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വരാനിരിക്കുന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവർക്ക് വർഗീയത ഇളക്കിവിടണം, എന്നിട്ട് ഇവിടെ അധികാരം ഉറപ്പിക്കണം. ഇന്ന് ഏക സിവിൽ കോഡിന്റെ പേര് പറഞ്ഞ് മുസ്ലിം സംഘടനകളെ വിളിച്ചുകൂട്ടുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ശരീരത്തോടെ സംരക്ഷിക്കണമാണോ? അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം മറുപടി പറയട്ടെ, യൂത്ത് ലീഗിന്റെ നേതൃത്വം മറുപടി പറയട്ടെ. നിങ്ങൾ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ചിട്ടുള്ള സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകളിൽ ഒന്നാല സലഫി പ്രസ്ഥാനമാണ്. ആ സലഫി പ്രസ്ഥാനം നിങ്ങൾ നവോത്ഥാന പ്രസ്ഥാനമാണ് പറയുന്നത് അല്ലേ? പഠിച്ച് നമ്മളൊരു പാർട്ടിയുടെ നേതാവിന്റെ കമാൻഡ് കണ്ടു, ഏറ്റവും മുസ്ലിം ഒറ്റപ്പെടുത്താൻ
AP അബൂബക്കർ മുസ്ലിയാരെ ഒറ്റപ്പെടുത്തണം. ആരാ പറയുന്നത്? കേരളത്തിലെ എല്ലാ ജില്ലയിലും വ്യക്തമായ ആധിപത്യവും ഇടവുമില്ലാത്തൊരു പ്രസ്ഥാനം. ആഗോള മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ലോക പണ്ഡിതന്മാരുടെ അംഗീകാരം നേടിയ മഹാനായ ഒരു പണ്ഡിത ശ്രേഷ്ഠനെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നത് 2016 തമാശ. അത്ര ഞങ്ങൾ പറയുന്നു. 2016 തമാശ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളൂ. നിങ്ങൾ ഈ സലഫി പ്രസ്ഥാനം നിങ്ങൾ എങ്ങനെ നവോത്ഥാന പ്രസ്ഥാനമായിട്ട് പറയും? സലഫി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. നിങ്ങളെങ്ങനെ പറയും? എത്ര കൂട്ടികൾ ഏത് ചെയ്യാത്ത സംരക്ഷിക്കപ്പെടും? എന്താ സലഫി പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്? ഈ കാണാതായവർ സലഫികൾ, കനകമലയിൽ നിന്ന് പിടിക്കപ്പെട്ടവരും സലഫികൾ, അന്യ സമുദായക്കാരന്റെ മുഖത്ത് നോക്കി ചിരിക്കരുതെന്ന് പറയുന്നവരും സലഫികൾ. ഈ സലഫിത്വത്തിന് എങ്ങനെയെങ്കിലും ഒരു ഭീകരമുണ്ടായി അത് പഠിക്കും. നിങ്ങൾ അത് വായിക്കും. അന്നാണ് സലഫിത്വം എന്ന് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനി മരക്കൻ മുല്ലപ്പോയതല്ല എന്തുകൊണ്ടാണ് ഈ വിദഗ്ധ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം മാറി വയ്ക്കണമെന്ന് പറഞ്ഞ് ആദർശം സംരക്ഷിക്കാൻ അവിടെ സമസ്തുണ്ടാക്കിയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. എന്റെ സുഹൃത്തുക്കളെ, ഇന്നിപ്പോ ലോകത്ത് ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കടലാസ സംഘടനകളുണ്ടല്ലോ. IS, അബൂ സയ്യാഫ്, അഷബാബ്, അർക്കത്തുൽ മുജാഹിദീൻ, ബോക്കോ ഹറാം, ഹിസ്ബുൽ മുജാഹിദീൻ, അൽ ഖായിദ, അൽ-നുസ്ര ഫ്രണ്ട്, ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇവരുടെ ആശയ സ്രോതസ്സിനോട് പറയും. ഇപ്പോ അമേരിക്ക പറയുന്നത് IS കിട്ടിയിരിക്കുന്ന ആയുധം ഇറാഖിൽ നിന്നുണ്ടാക്കിയ ആയുധമാണ്. IS ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് US നിർമ്മിതമായ ആയുധമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഹിഡൻ അജണ്ടയാണ് ലോക രാഷ്ട്രങ്ങളിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകണം. എന്നിട്ട് അമേരിക്കയുടെ ആയുധ കച്ചവട പൊടിപൊടിക്കണം. ഇവിടെ എന്റെ സംശയം, IS എന്താ ചെയ്യുന്നത്? IS സ്മാരകങ്ങൾ തകർക്കുന്നു, മതപറകൾ തകർക്കുന്നു, ഗ്രന്ഥാലയങ്ങൾ ചുട്ടുകരിക്കുന്നു, മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു. വീഡിയോ പിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നു. എങ്കിൽ ഈ ആശയവുമായിട്ട് കേരളത്തിലെ സലഫിസത്തിന് വല്ല ബന്ധമുണ്ടോന്നല്ലെങ്കിൽ അന്വേഷിക്കേണ്ടത് ഇതിൽ നിഷ്പക്ഷമായി തന്നെ. അവിടെ ഞാൻ നിങ്ങൾക്ക് പുസ്തകം പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തല്ലേ വേണ്ടത്. AP അബൂബക്കർ മുസ്ലിയാരും പിന്നെ തലല്ല കാലത്തോളം തലവേദന മാറുകാർ പറഞ്ഞ സമുദായത്തിന് തലവേദന നല്ല പറയേണ്ടത്. നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ തലച്ചേറെ സംരക്ഷിക്കാം, മറുഭാഗത്ത് ആയിരങ്ങളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ വലിയ സമ്മേളനം കിട്ടിയിട്ട് പത്രക്കാരുടെ മുമ്പിൽ പറയും ഞങ്ങൾ ഈ പാർട്ടി ജനിക്കുന്നതിന്റെ തീവ്രവാദത്തിനെതിരാണ്, ഞങ്ങൾ ജനിച്ചതിന്റെ തീവ്രവാദത്തിനെതിരാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ആ തീവ്രവാദത്തിന്റെ എതിരെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ സലഫിസം തീവ്രവാദം, സലഫിസം ഭീകരവാദമാണ്. തീവ്രവാദം ഒരു നവോത്ഥാനം അല്ല. എന്ത് നവോത്ഥാന സലഫിസം ഉണ്ടാക്കിയപ്പോഴെ നിങ്ങൾ സലഫി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കേരളം മുസ്ലിംജമായിട്ട് പുറത്തിറക്കിയതല്ല. ഇത് IPS പുറത്തിറക്കിയ പുസ്തകമാണ്. MS കാരശ്ശേരിയാണ് എഴുതിയിട്ട് വിമർശനം ചെയ്തിട്ടുള്ളത്. ആരാ പുസ്തകത്തിന്റെ ഓദർ എന്നറിയും? മുഹമ്മദ് ഹസൻ. രാഷ്ട്രീയ വിഭജന പ്രസ്ഥാനങ്ങൾ ആലോചിക്കും, സംഘടനകൾ ആലോചിക്കും. ആരാ മുഹമ്മദ് ഹസൻ? കേരളം മുസ്ലിംജമായിട്ട് നിങ്ങൾ പറയണോ? കേരളം മുസ്ലിംജമായിട്ട് നിങ്ങൾ പറയണോ? സമസ്തകളാണോ? അദ്ദേഹം ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു മുഹമ്മദ് ഹസൻ. കോളനിയിലെ ലോകത്തിലാണ് ജനിച്ചത്. 1900 ജനിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? ലിയോപോൾഡ് ബെയ്സ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 1926 ഭാരതീയർക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹമാണ് മുഹമ്മദ് ഹസൻ. അദ്ദേഹത്തിന്റെ റോഡ് ടു മക്ക എന്ന പുസ്തകം വഹിച്ചു. ഈ പുസ്തകത്തിൽ പറയുന്നത് സലഫി പ്രസ്ഥാനത്തിന്റെ ക്രൂരതയുടെ മുഖം. മക്ക ശ്രമിച്ചു, തായിഫ ശ്രമിച്ചു. ഏത് പ്രസ്ഥാനത്തെ കുട്ടികളെ ശരിയായിട്ട് സംരക്ഷിക്കാൻ പോകണം? ഈ വക സാധനങ്ങളെ കുറിച്ച് ശരിയായിട്ട് സംരക്ഷിക്കാൻ പോകുന്ന വേദിയിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ വന്നില്ല എന്നല്ലേ നിങ്ങൾക്ക് ആ തലവേദന മാറില്ല എന്ന് എനിക്ക് പറയാം. ഏതായി പ്രസ്ഥാനം? കുഞ്ഞുങ്ങളെ കൊല്ലം നിർബന്ധമാണ് ഇതിന്റെ പ്രസ്ഥാനം. ഇല്ലാതെ വാദമോ? ഞാൻ തെറ്റിദ്ധരിച്ചില്ല. കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളെ കൊല്ലം നിർബന്ധമാണെന്ന് മലയാളത്തിൽ എഴുതിയ പ്രസ്ഥാനമാണ് ഒരു മുജാഹിദ് പ്രസ്ഥാനം. ഇവരെ കൂട്ടിയിട്ട് ഞങ്ങൾ ശരിയായിട്ട് സംരക്ഷിക്കേണ്ടത്. ഇനി നോക്കു സുഹൃത്തുക്കളെ, മക്കളെ ഇവരെ ശ്രമിച്ചു. ഇത് 1212 സലഫി പ്രസ്ഥാനത്തിന്റെ പഠന വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നവരറിയോ? ഉയയിലയിലാണ്. ആരായി പ്രസ്ഥാനം ഉണ്ടാക്കിയതറിയോ? നിങ്ങൾക്ക് സലഫിക്ക് ഒരു നവോത്ഥാന പ്രസ്ഥാനമാണെന്ന് ഹിസ്റ്ററി വെച്ചിട്ട് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തുള്ള സമസ്തക്കാരോട് ചോദിക്കാൻ നിങ്ങളെ രണ്ടത്താത്ത നയണ്ട ഐതവൽ ത്യാഗത്തിൽ നിങ്ങളുടെ സമസ്തന്റെ വൈപ്പൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. എന്നിട്ട് നിങ്ങൾ പറയാ പാർട്ടി പറയാ സലഫിസം വിമർശിക്കാൻ പാടില്ല, സലഫിസത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. ക്യാമ്പയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? എന്തിനൊക്കെ സലഫിസം പറയാൻ വിമർശനമോ?
ഉസ്താദിനെ പറയാൻ എത്ര നാക്കാണ് നിങ്ങൾക്കുള്ളത്? എല്ലാവർക്കും ഒരേ സ്വരാണല്ലോ. നിങ്ങൾ അതിന്റെ ഒരു ചെറിയ സ്വരത്തില് ഈ സലഫി ഭീകരതയൊന്ന് പറ, സലഫി തീവ്രവാദത്തെക്കുറിച്ച് പറ. ഉയയിനയിൽ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർത്തുകൊണ്ടാണ് സലഫികൾ ശ്മശാന വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇത് 1212 അവർ മക്കാക്രമിച്ചത് ചരിത്രം പറയുന്നത്. 2000-ലധികം മുസ്ലിമീങ്ങളെ കൊന്നു സലഫികൾ. നവോത്ഥാന പ്രസ്ഥാനം, നവോത്ഥാന നവീകരണ പ്രസ്ഥാനം. 2000-ലധികം ആളുകളെ കൊന്നു സുഹൃത്തുക്കളെ. തീർന്നില്ല. 2015 വീണ്ടും അവർ ആക്രമിച്ചു. ഹിജാസ് ആക്രമിച്ചത് ചരിത്രം പറയുന്നത്. ഹിജാസ് എന്ന് പറഞ്ഞ മക്ക, മദീന, ജിദ്ദ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ത്വായിഫ് ആക്രമിച്ചു. കർബലയിൽ അവർ ആക്രമണങ്ങൾ നടത്തി. സ്ത്രീകളെ കുട്ടികളെ കൊന്നു ത്വായിഫിൽ. എന്ത് ക്രൂരത പറയുന്നത്! മാറാവിന്റെ മാരകത്തിൽ നിന്ന് മുലപ്പാട് പിടിക്കുന്ന ചോര പൈതലുകളെ അകറ്റി മാറ്റിയിട്ട് സ്വന്തം മാതാവിന്റെ മുമ്പിൽ വെച്ച് കുഞ്ഞുമക്കളെ കഴുത്തറുത്തുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം. വെറുതെയുള്ള പാണക്കാട് PMS പൂക്കോജത്തങ്ങൾ തന്റെ ദേഹവും സമ്പത്തും അഖിലുസുന്ന വൽ ജമാഅയ്ക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. ഞങ്ങൾ ആദരിക്കുന്ന മഹാവ്യക്തിത്വമാണ്. എന്റെ കയ്യിലുണ്ട് മഹാനായ പാണക്കാട് 1989 ജനുവരി 19 വ്യാഴാഴ്ചത്തെ ചന്ദ്രികയിൽ മരിക്കാത്ത ഒരു പിടി ഓർമ്മകൾ എന്ന് പറഞ്ഞ് EP മുഹമ്മദ് മൗലവി ചെറുകുളം മഞ്ചേരി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു അനുസ്മരണ കുറിപ്പ് ഞാൻ വായിക്കാം. ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ നല്ല പ്രവർത്തകർക്ക് എല്ലാ ലീഗുകാരും ആ മെയിലുള്ളവരുടെ എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ മാറണം. മുസ്ലിം സമുദായത്തിന്റെ പൊതു പ്രശ്നങ്ങളിൽ ഇടപെടും. നിങ്ങൾ ഇടപെടണം. പക്ഷേ നിങ്ങൾ ഈ സലഫി പ്രസ്ഥാനത്തെ കൂട്ടിപ്പിടിച്ചാകരുത്. ഞാൻ വായിച്ചുതരാം അന്ന് എഴുതിയതെന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹാജിദുൽ ഖൗം ബാഫക്കിത്തങ്ങൾ അന്തരിച്ചിട്ട് ഇന്നേക്ക് 16 വർഷം തികയുന്നു. 1973 ജനുവരി 19 അന്നായിരുന്നു ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ആകെ ഞെട്ടിപ്പിച്ച ആ സംഭവം. രാഷ്ട്രീയ നേതാവ്, മതനേതാവ്, തികഞ്ഞ മതഭക്തൻ, ഒരു സംശയമില്ല. ബാഫക്കിത്തങ്ങളെ കൂട്ടുന്നതെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കേട്ടോളൂ നിങ്ങൾ. ഹാജിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ നിരന്തര രാഷ്ട്രീയ കാര്യങ്ങൾക്കിടയിലും മതപരമായ കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തേണ്ടതില്ലെന്ന് തങ്ങളുടെ ജീവിതം തെളിയിച്ചു. സിനിമ ഹലാലാക്കിയ തങ്ങളല്ല ഈ തങ്ങള്. നിങ്ങൾ മനസ്സിലാക്കണം. സലഫി പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനമെന്ന് പറഞ്ഞ തങ്ങളല്ല ഈ തങ്ങള്. അന്ന് ആ തങ്ങളുടെ വാക്കിൽ ഒരാൾക്കും ഒരു വിമർശനവുമില്ല. ഒരു ഭാഗത്ത് രാഷ്ട്രീയം കൊണ്ടു നടക്കുമ്പോ മറുഭാഗത്ത് മതസംഘടനയ്ക്ക് നേതൃത്വം നൽകുമ്പോഴും സൂക്ഷ്മത കാണിച്ച മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ അവരാണ് തങ്ങൾ. ഇനി കേട്ടോളൂ നിങ്ങള്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരിക്കെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസാവറ അംഗം, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഖജാൻജിയുമായി പ്രവർത്തിച്ചു. 1961 ജനുവരിയിൽ തിരൂരങ്ങാടിക്കടുത്ത് കക്കാട് നടന്ന സമസ്ത സമ്മേളനത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ചു. ഏത് തങ്ങള്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പ്രഖ്യാപിച്ചു, സുന്നത്ത് ജമാഅത്തിന് എന്റെ ദേഹവും സമ്പത്തും നൽകാൻ ഞാൻ സന്നദ്ധനാണ്. വേണ്ട സമയത്ത് പണ്ഡിത സംഘടനയിൽ നിന്ന് നിർദ്ദേശമുണ്ടായാൽ മതി. ജീവിതത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അതിരറ്റ് സ്നേഹിച്ച മഹാനായ ബാഫക്കി തങ്ങളുടെ ഒരു പ്രസ്ഥാനം ഇന്നവിടെ എത്തിയെന്ന് ചോദിച്ചാൽ AP അബ്ദുൽ ഖാദർ മൗലവി മണ്ണാർക്കാട് വെച്ച് ഉസ്താദ് വളരെ വിനയത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? AP അബ്ദുൽ ഖാദർ മൗലവിക്ക് മരിച്ചുപോയി. അയാളുമായിട്ടൊരു വാദപ്രതിവാദം നടത്തുമ്പോ സ്വഹാബികളെയും താബിഈങ്ങളെയും താബിഈങ്ങളെയും AP ഉസ്താദ് ഉദ്ധരിച്ച സമയത്ത് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ചാൻസിൽ അദ്ദേഹം നൽകിയ മറുപടി പറഞ്ഞത് ആ വർത്താനം ഇങ്ങോട്ട് പറയണ്ടെന്ന് പറഞ്ഞ് പൂർവ്വസൂരികളെ പുഷ്ടിച്ചു തള്ളിയ മാത്രമല്ല സുഹൃത്തുക്കളെ, നാര്യത്തുലാത്തിലെ കല്യാണത്തിന് അദ്ദേഹത്തിന്റെ സംസാരം ഈ അടുത്ത കാലത്താണ്. ഒറ്റപ്പുറത്ത് സുന്നികളെ മുസ്ലിങ്ങളാണെന്ന് വരുത്താൻ വേണ്ടി സംവാദ വേദി നിയന്ത്രിച്ച മനുഷ്യൻ AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ജീവൻ പോയപ്പോ വസ്ത്രപിരിയത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്നിട്ട് ബാഫക്കിത്തങ്ങളുടെ പിൻഗാമിത്വം അവകാശപ്പെടുന്ന ആളുകൾ എന്താ ചെയ്തത് സുഹൃത്തുക്കളെ? അദ്ദേഹത്തിന്റെ ജനാസ സന്ദർശിച്ചിട്ട് പത്രക്കാരോട് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് നഷ്ടമാണ് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണമെന്നാണ്.
ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തിന് അരക്കാശിന്റെ നഷ്ടമില്ല APJ അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണം. അരക്കാശിന്റെ നഷ്ടമില്ല. എന്ത് നഷ്ടമുള്ളൂ? ഇവിടെയാണ് നമ്മൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. സലഫി പ്രസ്ഥാനത്തിന് നിങ്ങൾ വെള്ള പൂശുന്നു. ഇതിന്റെ സുന്നത്തുമായത്തിന്റെ വ്യക്തമായ കാര്യങ്ങൾ. ഈ മാത്രമല്ല, ഇതിൽ മറ്റൊരു സംഭവം ഉദ്ധരിക്കുന്നു നിങ്ങൾ. അതാണ് വാപ്പയ്ക്ക് തങ്ങളും സുന്നത്ത് ജമാഅത്തും തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ദേഹം കൊടുക്കാം, സമ്പത്ത് കൊടുക്കാന്ന് പറഞ്ഞു. 1972 തിരുനാവായിൽ നടന്ന സുന്നി സമ്മേളനത്തിൽ നമുക്കുലമ ഈ കേരള പ്രസംഗത്തിന് ശേഷം തങ്ങൾ പ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടു. പണ്ഡിതന്മാരോട് ഞാൻ എന്ത് പ്രസംഗിക്കണമെന്നാണ് തങ്ങൾ സദസ്സിനെ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ വിജയം നമുക്കുലമ EK ഉസ്താദിന്റെ പ്രസംഗത്തിന് ശേഷം ബാപ്പയ്ക്ക് തങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോ അദ്ദേഹം ചോദിച്ചാണ്, പണ്ഡിതന്മാരോട് ഞാൻ എന്താ പറയുന്നത്? സദസ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് ബാപ്പയ്ക്ക് തങ്ങൾ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലുടനീളം പണ്ഡിതന്മാരോടുള്ള ആദരവ് മികച്ചിരുന്നു. അന്നത്തെ ലീഗലായിരുന്നു, അന്നത്തെ പ്രസിഡന്റുകളായിരുന്നു. അന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മറ്റൊരു പാർട്ടിയെ സങ്കല്പിക്കാൻ കഴിയില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ ബാപ്പയ്ക്ക് തങ്ങളുടെ പാർട്ടി ഇന്നവിടെ എത്തി. മണ്ണാർക്കാട് ശംസുദ്ദീൻ ജയിച്ചു, ശരിയാണ്, അദ്ദേഹം ജയിച്ചു. ജയിക്കാനുണ്ടായ കാരണങ്ങളുണ്ട്. ഒരു പൊളിറ്റിക് ഇനിയും തുടർന്ന് ഞങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടോ? മണ്ണാർക്കാട് കാണാതായ വോട്ടുകൾ മുഴുവൻ നിങ്ങൾ വളരെ ശക്തമായിട്ട് ലീഗിന്റെ നേതാക്കന്മാരെ STPയിലെ വിമർശിക്കാറുണ്ടല്ലോ. മണ്ണാർക്കാട് STPന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 400 വോട്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് അവർ പറഞ്ഞത് 4000 വോട്ട് പിടിക്കുന്നതാണ്. നിങ്ങൾ 3000 കുട്ടിപ്പോയി. ഇനി അതേപോലെ വെൽഫെയർ പാർട്ടിന്റെ വോട്ട് കുറച്ച് കാണാതായി. ഇനി അതുപോലെ അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ SNDPന്റെ സ്ഥാനാർത്ഥിയാണ് BJPക്ക് മത്സരിക്കുന്നത്. SNDPക്ക് വളരെ ശക്തിയുള്ള മണ്ഡലമാണ് മണ്ണാർക്കാട് മണ്ഡലം. ഏറ്റവും ചുരുങ്ങിയത് 30,000 വോട്ട് BJPയുടെ അക്കൗണ്ടിൽ വരേണ്ട സമയമാണ് ഈ കഴിഞ്ഞ മണ്ണാർക്കാട് മണ്ഡലം. ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം BJPയുടെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ പോലും വ്യക്തമായ വോട്ട് കച്ചവടത്തെ സംബന്ധിച്ച അസ്വാരസ്യമുണ്ടായി. ആ സമയത്ത് 10,000 വോട്ട് മാത്രമാണ്. 10,000 വോട്ട് അഥവാ 20,000-ലധികം വരുന്ന വോട്ടുകളാണ് മണ്ണാർക്കാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ വക വോട്ട് കച്ചവടങ്ങൾ മുഴുവൻ നടത്ത പൊതുവേദികളിൽ വെച്ചുകൊണ്ട് വർഗീയത എതിർക്കുന്ന സംഘടനയാണെന്ന് പറയാം, തീവ്രവാദത്തെ എതിർക്കുന്ന സംഘടനയാണെന്ന് പറയാം. എന്നിട്ട് അധികാരത്തിന് വേണ്ടി ആ വക കാര്യങ്ങൾ മുഴുവൻ ചെയ്യാം. കുറ്റം മൊത്തം APJ മുസ്ലിയായിരിക്കും. അതല്ലെങ്കിൽ ചെയ്യുന്നത്. ഇവിടെ APJ മുസ്ലിയാരുടെ പ്രസ്ഥാനമാണ് വർഗീയ പാർട്ടികൾ പിന്തുണക്കുന്നത്. ഇതിന്റെ മേശപ്പുറത്ത് മദ്രസിനായ കത്ത് ഞാൻ വായിച്ചുതരാം. ഏത് മദ്രസിന്? ഏതാനും സമസ്തയുടെ ലെക്ചർ പേരിൽ എഴുതിയ കത്ത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വായിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി തന്നതാണ്. ഈ കത്ത് കണ്ട നിങ്ങൾ ഇനി മേലിൽ നിങ്ങളാരും ഒരിക്കലും APJ മുസ്ലിയാരോ വർഗീയവാദികളെ കൂട്ടുപിടിക്കാൻ പറയരുത്. ഈ കത്ത് കണ്ടോ? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെക്ചർ പേരിലുള്ള കത്ത്. ഈ കത്ത് എഴുതിയെന്ന 24/91 ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഈ കത്തിൽ എഴുതിയത് വായിച്ചു തരാം. ബഹു മക്ക കൾച്ചറൽ സെന്റർ, മർക്കത്തു തർബിയത്തുൽ ഇസ്ലാമിയ, ദാറുൽ ഹുദ അക്കാദമി പ്രവർത്തക സുഹൃത്തുക്കൾക്ക്, എന്നെ കേട്ടു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും മനസ്സിലാക്കി ആരാണ് മതകാര്യങ്ങളെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെയും ആവശ്യമില്ലാതെ ഒരു സ്ഥാപനത്തിന്റെ പരിപാടി നടക്കുകയാണെന്ന് നടത്താം. രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ വിളിക്കാം. എന്നിട്ട് നിങ്ങൾ അതിൽ മാലിന്യം ചെങ്ങന്മാർ ഈ വാട്സപ്പിലൂടെ ഗവർണർ വിട്ടതൊക്കെ എത്തിയാണ്. അല്ല, ഞങ്ങൾ ഗവർണർക്ക് ഞങ്ങളിങ്ങനെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വേറെ പണിയുണ്ടോ? എന്നിട്ട് ആദ്യത്തെ ജനപ്രതിനിധി ഇങ്ങനെ പുതിയാക്കുന്ന മാതിരി പ്രസംഗിക്കാൻ നടക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നടക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വക കാര്യങ്ങളൊന്നും മെയിൻ ചെയ്യാത്തത്. കാരണം മണ്ണാർക്കാലത്തെ ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നത് ഹക്കാണ്. ഞാൻ മണ്ണാർക്കാട്ടുകാരനാണല്ലോ, ഇല്ലെന്ന് പറയാം. ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടാതിരിക്കാമെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു എണ്ണവർക്ക് ഞങ്ങൾ സംഭവിക്കില്ല. ഞങ്ങൾ എണ്ണവർക്ക് സംഭവിച്ചില്ല. ഞങ്ങൾക്ക് അത്രയേ വേണ്ടുള്ളൂ. ഞങ്ങൾ മുസ്ലിം ഞങ്ങളോട് പറഞ്ഞുകൊള്ളാം. ജയം പരാജയം ഞങ്ങളുടെ വിഷയമേ അല്ല. ജയം പരാജയം ഞങ്ങളുടെ വിഷയം. അതിന് ഞങ്ങൾക്ക് കാരണവും കാരണമുണ്ട്. അത് അവര് നിലപാട് മാറ്റി തന്നെ ഞങ്ങൾക്ക് ആ കാരണത്തെ കുറിച്ച് പുനരന്വേഷണം നടത്തുന്ന കാര്യമുണ്ട്. അപ്പൊ അതാണ് അവിടെ കാര്യം. ഇതിന്റെ പേര് എന്തൊക്കെയാ പറഞ്ഞത്? ഞങ്ങൾ വർഗീയവാദികളെ കൂട്ടുപിടിക്കാം അല്ലേ? ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുമ്പോൾ ഈ കത്തൊക്കെ സംസാരിക്കാൻ ഈ കത്തൊക്കെ ചിന്തിക്കട്ടെ. മദ്രസയിൽ അയച്ച കത്താണ് ഇസ്ലാം മത വിദ്യാഭ്യാസം ആരെ മതത്തെ ഉപയോഗപ്പെടുത്തുന്നത്?
ഇന്ത്യയുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ആരാധനാലയങ്ങളുടെ മറവിൽ രാഷ്ട്രീയം വളർത്തുക. അത് ഈ രാജ്യത്തെ എന്നെ കേട്ട് നിൽക്കുന്ന ഹിന്ദു സഹോദരങ്ങളെ നിങ്ങളെ അനുഭവിച്ചോക്കെ അമ്പലങ്ങൾ ആരാധിക്കാനുള്ള പൊതു ഇതാണ്. ഏത് ദൈവവിശ്വാസിക്കും ഈശ്വര വിശ്വാസിക്കും ഹിന്ദു വിശ്വാസിക്കും പൂജിക്കാനും പ്രാർത്ഥിക്കാനുള്ള ഇതാണ് അമ്പലം. അത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം പള്ളികൾ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നുണ്ടാവും. ഇരിക്കട്ടെ, നോക്കി നിങ്ങൾ കേരളം ഒന്ന് കരുതട്ടെ. നമ്മുടെ നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ കത്തെഴുതുന്നത്. ഇയാൾ ഒറ്റയ്ക്കിന്റെ ഇതെല്ലാം ഉറപ്പായില്ലേ? നേതാക്കന്മാർ പറഞ്ഞിട്ടാണ് ഉസ്മാൻ സാഹിബ് കത്തെഴുതുന്നത്. സേതു സാഹിബ് ഒരു സ്വകാര്യ സന്ദർശനത്തിന് വരുന്നുണ്ട്, സാമ്പത്തികമാണ് പ്രശ്നം, വിജയിപ്പിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല, വിരിവല്ലാത്തമാണല്ലോ. നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കരുനീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ഒരു മദ്രസയിലെ ഔദ്യോഗികമായ ഒരു ബോർഡിന്റെ ലെറ്റർ പേരില് ആരക്കിലെ പോലെ നീക്കങ്ങൾ ഞങ്ങൾ നടത്തി. ഞങ്ങൾ ലെറ്റർ പേരിൽ വെച്ച് മണ്ണാർക്കാടിന്റെ കാര്യത്തിൽ ഞങ്ങൾ എഴുതിയ കത്തുകൾ വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പരമാവധി അത് പറഞ്ഞ തിരിച്ച് ഞങ്ങളെ വോട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളിൽ വോട്ടും നമ്മൾ പുറത്തു പോകരുത്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വലിയ അനുഭവം ഞങ്ങൾക്ക് സ്ഥലത്തില്ല, ഞങ്ങൾ വോട്ടെടുക്കുക. അത് ഞങ്ങൾ വോട്ട് ചെയ്യാവുന്ന കാര്യം നടത്തുന്ന കാര്യമില്ല. അതിൽ രണ്ടാമത്തെ കാര്യമില്ല. അത് അവരെ നിലപാട് മാറ്റുന്നല്ല, ഞങ്ങളതിന്റെ വിഷയമില്ല. അതാണ് ഞങ്ങൾക്ക് യാതൊരു വിഷയമല്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, നോക്കി നിങ്ങൾ നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കരുനീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ആരൊക്കെ രാഷ്ട്രീയത്തിന് മതങ്ങൾ ഉപയോഗിക്കുന്നത്? ഇരിക്കട്ടോ, അസംബ്ലി സീറ്റ് പിടിച്ചാൽ 90 കാലം കാരത്തൂർ മർക്കടക്കമുള്ള അരിവാൾ ചുണ്ടികളുടെ എല്ലാ സ്ഥാപനങ്ങളും പൂജിക്കുകയോ പിടിച്ചടക്കുകയോ ചെയ്യാൻ സഹായിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഐക്യമാവാറുകളാവും. അത് ഞാൻ ഓർമ്മ പറയില്ലേ, ഞാൻ എനിക്കറിയില്ല. ഇനി കേട്ടോളൂ നിങ്ങൾ. വേപ്പൂര് മഞ്ചേശ്വരം അസംബ്ലി വടകര പാർലമെന്റ് സീറ്റുകളിൽ നമ്മൾ BJP സ്വതന്ത്രന്മാരെയും എവിടൊക്കെ നമ്മൾ BJPക്കാരെ പറയുന്നത് ഒന്നും കൂടി പഠിച്ചുതരാം. കേട്ടോളി, കാത് കൂട്ടിച്ചിട്ട് കേട്ടോളി കേട്ടോ, കാത് കൂട്ടിച്ചിട്ട്. ഞങ്ങൾക്ക് ഈ മാനവരുടെ കമ്മ്യൂണിക്കേഷൻ സ്പീക്കോട്ടെ കണ്ടു കത്തൊന്നുമല്ല, ഓടി തട്ടിയെടുക്കും മുഴുവൻ കണ്ടു. വെറുതെ തന്നെ പഴയ കാലത്തിലേക്ക് ഞങ്ങൾ വീണ്ടും ഈ ചർച്ചയും കാര്യങ്ങളും കൊണ്ടോണ്ട. പക്ഷെ ചെറുപ്പക്കാർ അന്തം വിട്ടിട്ടോ കേട്ടിട്ട് കത്ത് പത്രം ഞങ്ങൾ എഴുതിപ്പോഴും ബാക്കി കൂടി കേട്ടോണ്ടിരിക്കും. നമ്മൾ BJP സ്വതന്ത്രന്മാരെയും മറ്റ് സ്ഥലങ്ങളിൽ അവര് നമ്മെയും പരസ്പരം സഹായിക്കാമെന്ന് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹംസയെ തോൽപ്പിച്ചാലേ നമുക്ക് ഭാവിയുള്ളൂ. വഖഫ് ബോർഡ് തിരിച്ചു പിടിക്കാതെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ വഖഫ് ബോർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ അറിയുന്നുണ്ട് പോലും. എത്ര പള്ളിയിൽ ജുമഅ മുടക്കി, എത്ര പള്ളിയിൽ ജമാഅത്ത് മുടങ്ങുന്നു. പള്ളിയിലെ പ്രശ്നം, മൂടപ്പുറം പള്ളിയിലെ പ്രശ്നം, പള്ളിക്കവസാട് പള്ളിയിലെ പ്രശ്നം, മണ്ണാർക്കാട് കൊടക്കാട് പ്രശ്നം, എത്ര സ്ഥലങ്ങളിലാ സുഹൃത്തുക്കളെ പ്രശ്നം. ചോദിക്കട്ടെ, ഞാൻ തങ്ങളെ പാർട്ടിക്ക് പറ്റിയ ഒരു പണിയാണോ ഇത്? 1992 ഡിസംബർ 6 യോദ്ധാവിന്റെ ബാബരി പള്ളി തകർക്കപ്പെട്ടപ്പോ മുസ്ലിങ്ങളല്ലേ നമ്മൾ? അന്ന് ഈ രാജ്യത്തെ ചില രാഷ്ട്രീയ സഹോദരങ്ങൾ ഇനി നമ്മളിവിടെ നിൽക്കേണ്ടതില്ല, മുസ്ലിം സമുദായത്തിന് ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരം വിട്ടൊഴിക്കണമെന്ന് പറഞ്ഞപ്പോ അധികാരത്തിന്റെ അപ്പഘട്ടത്തിന് വേണ്ടിയിട്ട് അന്ന് ഇടം ഉറപ്പിച്ച നിങ്ങളാണോ ആ സമുദായ സ്നേഹം പ്രസംഗിക്കുന്നത്? നിങ്ങളാണോ ഇവിടെ സമുദായ സ്നേഹം പ്രസംഗിക്കുന്നത്? ഏറ്റവും സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നിട്ട് വിശ്രമിക്കാൻ സാധ്യമല്ലല്ലോ ഈ രാഷ്ട്രീയ സംസ്ഥാനം. നിങ്ങൾ ഇതാരോട് പറയാം, ഇതാരോട് പറയാതിരുന്നാൽ മതി. കത്തെഴുതിട്ട് ഇതെങ്ങനെ നോക്കിയത് നിങ്ങളെ കയ്യിൽ കിട്ടിയത്? താജുലുലമ ഉള്ളാൽ തങ്ങൾ പാപ്പാന്റെ കറാമത്തായി കത്ത് ഞങ്ങളെ കയ്യിലെത്തി 90 കാലം. ഈ കേട്ടോ നിങ്ങൾ. അതുകൊണ്ട് ഒരുപാട് കുഞ്ഞുകളുമായി രേഖമഭിനയിച്ച് BJP പ്രശ്നങ്ങളെല്ലാം തീർന്നൊന്ന് പ്രചരിപ്പിച്ച് അവരുടെ കുടുംബ വോട്ടുകൾ തട്ടിയെടുക്കാനാകുന്നതൊക്കെ ചെയ്യണോ? നിങ്ങൾക്ക് ഒറ്റ വസ്തു ഞങ്ങൾ മണക്കറിയില്ല. നോണ പറഞ്ഞിട്ട് ഗൾഫിന്ന് വിളിക്കുക എന്ന് ഓരോ പ്രവർത്തകര് ആർക്ക് വിളിക്കാം? നമ്മളെ വിളിക്കും. എന്നിട്ട് പറയാം AC പ്രശ്നമൊക്കെ നാട്ടിൽ തീർന്നാറില്ലേ, അത് വോട്ടിന് ചെയ്യാനില്ല. ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ എന്താ ചേച്ചികള്? ഇനി കേട്ടില്ല, കേട്ടോ. പൈസമാര് 3 പേര് നമ്മുടെ പക്ഷത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും അവരെ വിശ്വസിക്കാനായിട്ടില്ല. കൈയ്യക്കും പഠിച്ചു. നാട്ടികയുടെ അഭാവത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയില്ലാതെ മറ്റു പോംവഴി കാണുന്നില്ല.
ഇനി കെട്ടുകെട്ടോ ഇവിടെ വലിയ പ്രശ്നം ചെയ്യുന്നു. എന്താ കണക്കാക്കിന്റെ തൊഴിലെടുക്കുമ്പോൾ എത്തിക്കാനെ പോലെ വലത്തെ പാസ് എട്ടേ പാസ് പട്ടക്കിലും തെറ്റിയും മുസ്ലിമിനെ പറയില്ലേ, ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ട് ബദൽ, ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ട് കുതിരിയത്ത്, ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ട് ഉമ്ര വണ്ടിയിൽ യാത്രയിൽ പോയ എന്നാൽ കേട്ടോളി. ആരാണ് പറയുന്നത്? ആരാ തോൽക്കാൻ വേണ്ടി പറയുന്നത്? ദേശീയ മുന്നണി ഇടതുപക്ഷ കൂട്ടുകെട്ട് കേരളത്തിലും സ്റ്റേറ്റുകളിലും പരാജയപ്പെടാൻ കഴകത്തിൽ വെച്ച് നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥന നടത്തണം. ഇതാരുടെ കത്താണ് സുഹൃത്തുക്കളെ? ഈ കത്തി അങ്ങാടിയിൽ വായിക്കാൻ എന്തെങ്കിലും ഞങ്ങൾ കുറവാണോ? അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി. ഓരോ മുഖ്യാക്കന്മാരെ പ്രസംഗിക്കാൻ SSFന്റെ ഓഫീസിൽ ബാങ്ക് സെറ്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നെന്ന് മൊയ്യന്മാരെ നിങ്ങളെ പള്ളി ഇമാമത്തുകൾ ജനങ്ങൾക്ക് ഇമാമായിട്ട് വാർത്താണി പറഞ്ഞത് എന്തിനാണ് ഈ കാരണങ്ങൾ പറഞ്ഞത്? എന്തിനാണ് ഈ നോവണ്ണങ്ങൾ പള്ളിപ്പണി ചെയ്യുന്നത്? അത് രാഷ്ട്രീയക്കാർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം രാഷ്ട്രീയത്തിന്റെ ജീവനുണ്ടാവുക, അതിന് അപ്പും ബാധ്യത ഉണ്ടാവില്ല. കാരണക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആരാ പറയുന്നത്? ഈ കത്താര ആരുടെ കത്താണിത്? ഇത് ആരെങ്കിലും കത്താണ്? ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പറയണം, ഈ ഇലക്ഷൻ സമയത്തുള്ള കൂട്ടുകൾ ഞങ്ങൾക്ക് അതിന് കയ്യൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ അറിയിച്ചു നോക്ക്, ഇപ്പൊ നേമത്ത് BJP ജയിച്ചു, അത് ഏറ്റവും കൂട്ടിയാൽക്കൊണ്ട് ഇഷ്ടം വന്നത്. അതാ പറയാൻ നല്ലത്. ഒക്കെ മൂപ്പരെ കോൺഗ്രസ് പോട്ടെ. സുഹൃത്തുക്കളുടെ 2011 BJPക്ക് നേമത്തുള്ള വോട്ടെണ്ണൽ 43,661 വോട്ടാണ്. ഞങ്ങൾ ഈ മൂല്യക്കന്മാർക്ക് ഞങ്ങൾ വെറും മുജാഹിദ് ജമാഅത്തിന്റെ 1000 കോടി മാത്രം പ്രസംഗിക്കാൻ എന്റെ എനിക്ക് കഴിയാം. ഇന്നെപ്പോലത്തെ ഈ പ്രസ്ഥാനത്തിൽ ഇഷ്ടംപോലെ ഈ കാര്യം വിശദീകരിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ സമാനതയെ ഇതൊന്നും നിങ്ങൾ പറഞ്ഞിറക്കരുത്. ഓരോ പണി നോക്കിക്കോട്ടെ. പക്ഷെ പറഞ്ഞേരി നേമത്തെ കണക്ക് ഒരുവട്ടെങ്കിലും പറഞ്ഞേരി പറയുന്നത് ഞാൻ പറയാം. ഈ BJPക്ക് അവിടെ 43,661 വോട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ട് ചെയ്യണോ? എന്നിട്ട് എനിക്ക് അന്ന് വോട്ടെത്ര 2013 എത്ര വോട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എത്ര വോട്ടുണ്ടായിരുന്നു നോക്കാം. ഈ പ്രാവശ്യത്തെ വോട്ടെത്ര കൂടിയെങ്കിൽ 67,813 വോട്ടാ BJPയുടെ വോട്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ അറിയിച്ചു നോക്ക്, ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിയ വോട്ട് 50,076 വോട്ടാണ്. 50,076 വോട്ടാണ് ഇടതുപക്ഷത്തിന് 2011. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അവിടെ നടന്നപ്പോ ഇടതുപക്ഷത്തിന്റെ വോട്ട് 59,142 വോട്ടാണ്. 9,142 9,000 വോട്ട് അധികമായി. എന്നാൽ ഈ UDFന്റെ വോട്ട് വരില്ല. 2011 20,248 വോട്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയത് 13,860. ഏറ്റവും കുറഞ്ഞാണല്ലേ തലവേദന. നന്ദിണ്ട്. മണ്ണാർക്കാരിൽ വാങ്ങിയ വോട്ട് അവിടെ കൊത്തി ഞങ്ങൾക്ക് നല്ലപോലെ നന്ദിണ്ട്. ഞങ്ങൾക്ക് മണ്ണാർ ഓരോരുത്തർ പറഞ്ഞത് കേരളം ഒട്ടാതെ തോറ്റാലും പറഞ്ഞ മണ്ണാർക്ക്. അപ്പൊ ഞങ്ങൾ വരുന്ന മണ്ണാർക്കാട് ചോദിക്കട്ടെ, ആര് ഇടതുപക്ഷത്തിന്റെ നാട്ടിൽ എന്താ ലോകം പൊതുവോ? ഞാനൊക്കെ അങ്ങനെ അറിയാം. അപ്പൊ ദുബായുള്ള കാസർഗോഡ് ഇങ്ങനെ ബിരിയാണി ചെറുപ്പക്കാർ സ്വർഗത്തിലേക്കുള്ള പാർട്ടിയുടെ പതാക തനിയുണ്ട്. കാരണം അതിന്റെ പിന്നെ പ്രശ്നമില്ല. അതാണ് നമ്മുടെ ടിക്കറ്റ്. അതല്ലേ നമ്മളെ രംഗത്തുള്ള കാപ്പി പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ തെറ്റിയിട്ട് മദ്യത്തൊക്കെ ഏറ്റിക്കുന്നത് അത് കിട്ടുന്ന ചിലപ്പോൾ എപ്പോഴും പോലീസിന്റെ തേപ്പ് നോക്കാണി ആ മൊഴിക്കൊന്നൊരു ഗതിയത് ഓന്റെ പോയത്തക്കാര മൊഴിയുടെ ഗതിയുടെ പരലോക്ക് പരിപാടി 550 മന്ത്രിയിലെങ്കിലും എത്തിയുന്നവരവിടെ അറിയുന്നത്. ഒരു രക്ഷയുണ്ടാവും. എന്നിട്ട് കോലം കെട്ടിന്റെ വിധി മൊഴിയമായിട്ട് പോയി. ഇസ്ലാമിന്റെ വിധി എന്താണ്? നല്ലോണം കെട്ടോടി അതിന്റെ കൊല കഴിഞ്ഞ് അടുത്ത രക്ഷനൊക്കെ ജയിച്ചിട്ട് ഇങ്ങനൊന്നും വന്നാൽ പോലെ കുറേ വരും. എല്ലാവരും കൊലയ്ക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ വരുന്നില്ല. എന്തേലും കാണിക്കാൻ എന്തെങ്കിലും ഉപഹാരം എല്ലാവരും ഓടിക്കൊടുക്കുന്ന മൊഴിയന്മാര് ജീവിതത്തിന്റെ വകയായിട്ട് രാഷ്ട്രീയം തന്നെ അറിയാം. അങ്ങനെ ഒരുപാട് മുതിരിപ്പന്മാരും മൊഴിയന്മാരൊക്കെ കണ്ടാൽ ആയിട്ട് ഈ പ്രസ്ഥാനത്തെ ഞങ്ങളുടെ പേരുടെ മുന്നിട്ട് തന്നെ ചെന്നിട്ട് കാണിച്ചിട്ട് ഭക്താനിന്റെ അവിടെ വെച്ചിങ്ങനെ മൊഴിയത്ത് നിസ്കരിക്കുക. ഇമാമെന്നോനോട് കുറച്ചും പറയും അവനെ ഇതാ ഇസാദില്ലാതെ തൊണ്ണൂറ്റിക്കൊണ്ടിരിക്കാം. എന്ത് കാര്യം, ഇതൊക്കെ വലിയ കാര്യമില്ല. ആ നാട്ടിലെ അന്യ സമുദായക്കാരെ ചോദിക്കാൻ എന്താ അതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ അറിയുന്നു. ഒരു പ്രശ്നം
ഈ താഴ് കച്ചവടത്തിന് പോയി ഓരോ അക്കൗണ്ടിൽ കുറെ ഓരോ ഏജന്റാക്കിന്നല്ല ഞങ്ങൾക്ക് എന്താണുള്ളത്? സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു വിശദീകരണ തുന്നി സമ്മേളനം നടത്തേണ്ടി വരും അവിടെ. പക്ഷെ ഇവരുടെ പ്രകടന അത്ഭുതങ്ങളോട് ഞങ്ങൾ വ്യക്തം വന്നില്ല. ഈ കോളത്ത് കാട്ടോട് ഞങ്ങൾക്ക് ഒരു ഉറപ്പിന്റെ ചിലവുണ്ടായില്ല, അത് കഴിഞ്ഞിട്ട് ചിലവുണ്ടായില്ല. അല്ലെങ്കിൽ സത്യത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിശദീകരണമൊക്കെ അവിടെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നു വിചാരിക്കും. പക്ഷെ പിന്നെ പങ്കെടുത്ത് പറഞ്ഞതും ഉണ്ടായതാണ് ഇവിടെ ഞങ്ങൾക്ക് വരെ രീതിയിലുള്ള കാട്ടുകൂടെ ഇന്നിട്ട് എന്തിനാണ് ഇതൊക്കെ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കമ്പനി നിയമസഭക്കാണ്. ഇനി എന്റെ സുഹൃത്തുക്കളെ ഞങ്ങൾ പൊളിറ്റിക്ക് പറയാൻ ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം വരക്കൽ കൊല്ലം പോലെ തന്നെ ഉണ്ടാക്കിയ സമസ്ത അത് ശരിക്കും കമ്പനി നിഷ്പക്ഷമായിട്ട് അപ്പുറത്തുള്ള ആളുകൾ ചിന്തിക്കട്ടെ. എന്നിട്ട് സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് വിമർശിക്കാൻ കഴിയുന്നുണ്ടോ, കുറ്റപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇതേ കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും സമ്മതിക്കും. എന്നാൽ ജീവിത പ്രസിഡന്റാണ് അതിന്റെ വിദ്യാഭ്യാസം. ആ പ്രസിഡന്റ് തന്നെയാണ് ആരെയും സമസ്തന്റെ വഹിച്ചിട്ടുള്ളൂ. പാപ്പക്കെട്ടങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ പാപ്പക്കെട്ടങ്ങൾ കറകറഞ്ഞ തുല്യ വിട്ടുവീഴ്ചയില്ലാത്ത തുല്യം. അതുകൊണ്ട് പാപ്പക്കെട്ടങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു. അതേസമയത്ത് അന്നത്തെ ലീഗന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായി. ഈ പോകുന്ന 10 കൊല്ലത്തിനകത്ത് സലഫി പ്രസ്ഥാനമായി മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുമായി പോകും. എന്നതിൽ വേറെ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അനവധി മഹല്ലുകൾ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ പറയാൻ കഴിയും, ഞങ്ങൾക്ക് സലഫി പ്രസ്ഥാനത്തോട് വ്യക്തിപരമായ ഒരു വെറുപ്പില്ല, ആശയപരമായ വെറുപ്പാണ് അവർക്കുള്ളത്. ഇനി ഞാൻ അതിന്റെ 1-2 സാമ്പിൾ കാണിച്ചു തരാം. എന്തിനറിയോ എന്താണ് സലഫി പ്രസ്ഥാനം വിമർശിക്കപ്പെടാനുള്ള കാരണം എന്ന് ഞാനൊരു ഉദാഹരണം കാണിച്ചുതരാം. എന്നിട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ രൂപത്തിൽ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ ചരിത്രത്തിൽ കാണിച്ചത് നമുക്ക് വായിക്കാനാവും. ഈ മാത്രമല്ല സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാത്രമല്ല ദൈനികരായ ഫിലാസഫത്തുൽ കലാം ഫിത്നത്തുൽ വഹാബിയെ വായിച്ചാൽ അറിയാം. മസ്ജിദുകളിലേക്ക് സലഫികൾ ഇറച്ചിലെത്തുന്നു. റുക്കൂഴിലും സുജൂദിലും കിടക്കുന്ന പാവ മുസ്ലിം സഹോദരങ്ങളെ കരുത്തറുത്തു വന്നു. സുഹൃത്തുക്കളെ, ഈ സലഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾക്കൊരു ശരീരത്ത് സന്ദർശിക്കേണ്ട ഗതികളില്ല. അതുകൊണ്ടാണ് എറണാകുളത്ത് AP ഉള്ളത് വേറെ ശരീരത്ത് സമ്മേളനം. അവിടെ നമ്മൾ സംഘടിപ്പിക്കും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ ആൾക്കാരെ വന്നിട്ട് വന്നു, ഇതാണ് ശരിക്കുള്ള രീതിയിൽ. സംസ്ഥാന കേരള ജമിയത്തുൽ ആൾക്കാർ വന്നിട്ട് വന്നു, ഇങ്ങനെയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്, ദുനിയയിൽ മാത്രമാകണോ? എന്താ മുജാഹിദിനുള്ള പ്രശ്നം? മുജാഹിദ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഒരു കുഞ്ഞുസുഖയിൽ ഓതുന്നില്ല, നമ്മൾ ഓതുന്നുള്ളതാ. ഒരു വാഹനം ഞങ്ങൾ കുഴപ്പമില്ല. അത് മാത്രം പ്രശ്നമില്ല, തുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് എഴുതിയത് ഞാൻ പഠിക്കാം. ഇങ്ങനെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരു പാർട്ടിനെ, ഇങ്ങനെയുള്ള ഒരു പാർട്ടിയെ നമ്മൾ എങ്ങനെയാ ശരിയത്ത് സംരക്ഷിക്കാൻ പറ്റുക? എവിടെയാണ് മുസ്ലിയാർ എഴുതിയത്? 1989 ഒക്ടോബറിലുള്ള അൽമനാറ് ഇബ്രാഹിം സാഹിബിന്റെ ലേഖനം ശൈഖുൽ ഇസ്ലാമിന്റെ തുടർച്ചയാണ്. അതിന്റെ 7-ാം പേജ്. എന്നിട്ട് എഴുതുകയാണ്, കബറുകൾക്ക് നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വ്യക്തിയും വഴികിടക്കവരുമാകുന്നു. മഹാനായ ഞാൻ സംസാരിക്കുന്നത് വെറുതെ ഞങ്ങളെ കയ്യിലാണ് പറഞ്ഞിട്ട് എന്താ കേരളീയരെ കഥ. ഈ ദർഗയിലേക്ക് വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് സലഫികളെ എഴുതിയത്. മക്ബറകൾക്ക് കബറുകൾക്ക് നിർത്തനേറുന്നതിൽ ഫലമുണ്ടെന്നും നിങ്ങൾ മക്ബറക്ക് നേർച്ച പൈസ കൊണ്ടുപോയി ഇടാനുള്ള ഫലം കിട്ടുമെന്ന് കരുതിയല്ലേ? അങ്ങനെ ഫലം ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ നിർത്തനാൽ പ്രതിഫലമുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഇവർ കൊടുക്കുന്ന പൈസക്ക് അവിടെ പ്രതിഫലം വേറെ കിട്ടും. ആ നിലയ്ക്ക് വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്, വഴിപിഴച്ചവനുമാണ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും ഒക്കെയുള്ള എന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും കാഫിറിന്റെ മലയാളമാണ് അവിശ്വാസി. അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും.
അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മുസ്ലിയാരാണോ തലവേദന? തലയുള്ള കാലത്തോളം തലവേദന മാറൂലാണല്ലേ നമ്മളെ ചിലരുടെ കമാൻഡ്. എന്റെ രാഷ്ട്രീയ സഹോദരങ്ങളെ, നിങ്ങൾ ജീവനാഥ പഠിക്കാതെ ഉലമാക്കളെ നിങ്ങൾ പഠിപ്പിക്കണ്ട. ഉലമാക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഈ നിലയ്ക്ക് സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് എഴുതിയ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ആസക്തകരമായി പടവെട്ടുന്ന പ്രസ്ഥാനമാണ് സംഭവനമുസ്താദിന്റെ പ്രസ്ഥാനം. വേറെ ചില ഭൂരിപ്രവാസികന്മാരുടെ കഥയല്ലോ. കേരള മുസ്ലിം ജമാഅത്ത് സുന്നി പറയുന്നില്ല, ഓയിലാക്കാവും. ഞങ്ങളെപ്പോലത്തെ സുന്നി പറയാൻ ആരുള്ളത്? ഞങ്ങള് ശരിക്ക് ചരിത്രപരമായിട്ട് നിങ്ങൾ ആലോചിക്കും, ഈ ടീമാണ് ഈ സലഫികളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ ഒരു ഭാഗത്ത് ഈ സലഫികളെ സംരക്ഷിക്കും അല്ലേ? ഇപ്പോ UAP പാർട്ടിനെ ചുമത്തിയിട്ട് കമ്മിറ്റി മോളിലേക്ക് പ്രശ്നം വന്നു. സാക്കിർ നായിക്ക് 1991 ബോംബെ ആസ്ഥാനമായിട്ട് IRF രൂപീകരിച്ച് സലഫി ചിന്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാക്കിർ നായിക്കിന് പ്രശ്നം വന്നു. ആ പ്രശ്നം വന്ന സമയത്ത് എന്തൊരു ആവേശമായിരുന്നു ഇവിടുത്തെ ചില രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തെരുവിലിറങ്ങി. എന്തിനെ? സാക്കിർ നായിക്കിനെ രക്ഷിക്കാൻ. സാക്കിർ നായിക്ക് സാമ്രാജ്യത്തിന്റെ ഇരയാണെന്ന് പത്രക്കാരോട് ദേശീയ സെക്രട്ടറിമാരുടെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ ഒരു വിളിച്ചു പറഞ്ഞു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ തുറന്ന് ചോദിക്കട്ടെ എന്റെ സുഹൃത്തുക്കളെ, ഈ തൊട്ടടുത്ത നാടുകളിൽ നിന്ന് കാണാതായ എത്രയോ കുടുംബക്കാരെ തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. സാമ്രാജ്യത്വത്തിന്റെ ഹിഡൻ അജണ്ടയുടെ ഫലമാണ് സാക്കിർ നായിക്കിനെ വേട്ടയാടുന്നതെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ അതിനെ വെള്ള പൂശുന്ന ആളല്ല. സാക്കിർ നായിക്ക് പ്രചരിപ്പിക്കുന്ന ആ തത്വത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് സലഫിസമാണ്, അത് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതേ സമയത്ത് സാമ്രാജ്യത്വത്തിന്റെ ഇരയാണ് ഈ സലഫി നേതാക്കളെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ചെയ്ത തെറ്റെന്ന് പോലും അറിയാതെ 9.5 കൊല്ലം കിടന്ന പിന്നാത്തര മന്ത്രി നിങ്ങൾക്കറിയോ? മനുഷ്യരെ 100 കിലോ ഉണ്ടായിരുന്ന മധുരയിൽ ഇപ്പോൾ 40 കിലോനായി ചുരുങ്ങി. 9.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിൽ കിടന്നു. എന്താണ് ചെയ്ത തെറ്റെന്നറിഞ്ഞില്ല. ചോദിക്കട്ടെ, ഞാനൊരു മനുഷ്യന് കുറ്റപത്രം കൊടുക്കേണ്ട ദിവസത്തിന്റെ എണ്ണം എത്രയാണ് നമ്മുടെ രാജ്യത്ത്? മധുരയുടെ കാര്യത്തിന്റെ നിയമം കാറ്റിൽ പറത്തി അദ്ദേഹത്തെ വേട്ടയാടി. സഹോദരങ്ങളെ, ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു 10 കാലത്തിന് ആർക്കും മറുപടി പറയാൻ കഴിയും. ആ മനുഷ്യനെ കോടതി വെറുതെ വിട്ടു അല്ലേ? കോടതി വെറുതെ വിട്ടു. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി. നിങ്ങൾ ആലോചിക്കണം, പിതാവുള്ളതോടൊന്നിച്ച് അനാഥകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ മക്കള്. ഭർത്താവുണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ്. എന്റെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിലെ മാതാപിതാക്കൾ വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി പരപ്പന അഗ്രഹാര ജയിലിൽ കൊണ്ടുപോയി തലച്ചിട്ടു. ചോദിക്കട്ടെ, ഞാൻ എവിടെയായിരുന്നു നിങ്ങളുടെ സാമുദായിക സേവനം? എവിടെയായിരുന്നു നിങ്ങളുടെ സമുദായ സ്നേഹം? അതേസമയത്ത് സമുദായത്തിന് തലവേദനയാണ് ലഭ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എങ്കിൽ നിങ്ങൾ ചിന്തിച്ച്, മധുരയുടെ കാര്യത്തിൽ സാമാന്തരക്ഷരം പറയാതെ എല്ലാവരും മാറി വയ്ക്കുന്ന സമയത്ത് പ്രായം മറന്നുകൊണ്ട് കർണാടകയിൽ ചെന്ന് ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എന്തിനേറെ പറയാം, മൗലികത്വത്തെയും സന്ദർശിച്ചിട്ട് ആവശ്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നടത്തിയ ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന മുസ്ലിം നേതാവാണ് സഹോദരങ്ങളെ. എന്റെ സുഹൃത്തുക്കളറിയാം, ആ മുസ്ലിം സമുദായത്തിന് തലവേദനയാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എന്റെ സുഹൃത്തുക്കളെ, ആര് വിശ്വസിക്കും? ചോദിക്കട്ടെ, ഞാൻ 2002 ഗുജറാത്ത് കലാപം, 2002 ഗുജറാത്ത് കലാപം ആരൊക്കെയായിരുന്നു ഗുജറാത്തിനെ കുറിച്ച് പറയാൻ? ആരൊക്കെയായിരുന്നു ഗുജറാത്തിനെ കുറിച്ച് എഴുതാൻ? അതേസമയത്തിന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ പിടഞ്ഞു വീണു മരിക്കും അല്ലേ? ഗർഭിണികളായ മുസ്ലിം പെണ്ണുങ്ങളുടെ വകയിൽ നിന്ന് ശൂലം കൊണ്ട് കുത്തി ഓരപ്പൈതലുകളെ പുറത്തെടുത്തിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അമ്മാവിയുടെ മുന്നിൽ വെച്ച്, സഹോദരിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെയും സഹോദരിമാരെയും പരസ്പരം മാറി മാറി വലിച്ചെറിഞ്ഞ് നൃത്തം ചവിട്ടി അവപ്പറമ്പായി ഗുജറാത്തിന്റെ മണ്ണുമായി കുറ്റപ്പെടുത്തുന്നവരെ നിങ്ങൾ എത്ര കോലം കെട്ടിയാലും പൊറുക്കുമോ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് പൊറുക്കുമോ? നിങ്ങളോട്
നിങ്ങൾ ഗുജറാത്തിലെ മുസ്ലിം സഹോദരങ്ങളോട് ചെന്ന് ചോദിക്കുക, മുസ്ലിംകാര് ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് തലവേദനയാണോ ഉണ്ടാക്കിയത്, അതല്ല നിലവിലുള്ള തലവേദന മാറ്റാനാണോ മുസ്ലിംസിനെ ശ്രമിച്ചതെന്ന് ചോദിക്കുക. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചോദിക്കുക. ആ മണ്ണിലേക്ക് കടന്നു ചെന്ന്, കലാപ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന്, സർവ്വതും നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ പള്ളിക്കൂടങ്ങളും അവർക്ക് ഉണ്ണാൻ